വ്ളോഗ്. നമ്മൾ ജോധ്പൂരിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചത് ഇവിടുത്തെ ഡ്രസ്സിങ് ആണ്. പെണ്ണുങ്ങളുടെ അടിപൊളി, മീൻസ് നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണൂലേ, അതുപോലത്തെ അടിപൊളി ഡ്രസ്സിങ്സ്, നല്ല അങ്ങനത്തെ മെറ്റീരിയൽ, ജോധ്പൂരി മെറ്റീരിയൽസ് ഞാൻ കാണിച്ചു തരാം. സേഫായിട്ട് 2 ദിവസം ട്രെയിനിലായിരുന്നു. നല്ല അടിപൊളി, നല്ല ക്ലൈമറ്റാണ്. ഇവിടെ ഇപ്പോൾ ചെറിയ ചൂടുണ്ട്, തീരെ തണുപ്പില്ല. പക്ഷെ രാത്രി എന്തായാലും തണുക്കും. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലെത്തി. ഓൺ ടൈമാണ്. എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളിവിടെ ഇതാണ് നമ്മുടെ ബസ്. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ ആദ്യമേ അതിൻ്റെ അകത്ത് വയ്ക്കുകയാണ്. സോ നമുക്ക് ബസ്സിൻ്റെ അകത്തോട്ട് പോവാം. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട ജോധ്പൂർ. വാവ്, ആ എസ്തെറ്റിക്സ്, വാവ് വാവ്. അപ്പം ഇത് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ക്ലോസ് ആവും. സോ നമ്മൾ ആദ്യം തന്നെ ഫോട്ടോ ഒന്നും എടുക്കാതെ നേരെ അകത്തോട്ട് പോകുന്നുണ്ട്. കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ഫോട്ടോ എടുക്കാം. ഇവിടെ ക്യാമറ അലോഡഡ് ആണ്, അത് തന്നെ വലിയ കാര്യം. ഞാൻ പോണ പാലസും കാര്യങ്ങളിലൊന്നും ഞാൻ ഇതുവരെ ക്യാമറ അലോഡഡ് ആയിരുന്നില്ല. അപ്പം ഞാനിപ്പോൾ ചോദിച്ചു, സാർ ഇവിടെ ക്യാമറ അലോഡഡ് ആണോ? അപ്പം അങ്ങനെ ഇറങ്ങി. ഇതാണെന്ന് തോന്നുന്നു. ഞാൻ ഉമ്മേദ് ഭവനെ കാണിച്ചു തരാം. മോനെ മരം കയറണ എങ്ങനെ ടൈഗർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പാർട്ട്. വാവ്, ഇവിടെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ അടിപൊളി സ്ഥലം. എങ്ങനെയുണ്ട് പ്രസാദോ? ചരിത്രപരമായ പല കാര്യങ്ങളും അടിപൊളിയാണ്. കുറച്ച് ട്രഡീഷണൽ കൂടെ ഇങ്ങനെ ഇട്ടിരുന്നെങ്കിൽ, എത്നിക് വെയറും കൂടെ ആണെങ്കിൽ അടിപൊളി. നല്ല തണുപ്പുണ്ട്. നമ്മളപ്പം എന്താ പാലസിൽ നിന്ന് ഇറങ്ങി പുറത്ത് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. നോക്ക് ഗൈസ്, വ്യൂ. വാവ്, നൈറ്റ് ആവുമ്പം അടിപൊളിയായിരിക്കും. ഉമേദ് ഭവൻ പാലസ് കണ്ട്. പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല. നല്ല നല്ല വിൻറ്റേജ് എസ്തെറ്റിക് സ്ഥലമാണ്. ഡ്രസ്സൊക്കെ ആയിട്ട് വന്ന സെറ്റാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ക്യാമറ അലോഡഡ് ആണ്, അതാണ് വേറൊരു പ്രത്യേകത.
ടോട്ടലി കൊള്ളാം. കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു, അല്ലേ ഫിറോസെ? അപ്പോൾ ഇനി നമ്മൾ നേരെ എനിക്ക് തോന്നുന്നു റൂമിലോട്ടാണ് പോണേന്ന്. റൂമിൽ പോയി കഴിഞ്ഞിട്ട് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, കാണാം. വിശക്കണ് ഗൈസ്, ഫുഡും കഴിക്കണം. അപ്പോൾ നമ്മളുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ശ്രീകൃഷ്ണ എന്തോ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് കേട്ടോ, കേരള ഫുഡ് എന്നാണ് എഴുതി വെച്ചേക്കണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോവാം. 30 വെച്ചേ കയറാൻ പറ്റുള്ളൂ, അത്രയുള്ള ഫെസിലിറ്റീസൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ തന്നെ ആദ്യം പോവുകയാണ്, എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്ത് ഫുഡാണെന്ന് കിട്ടണം. കൊള്ളാം, ഞാൻ വഴികൾ കാണിച്ചു തരാവേ. ഫുഡ് കണ്ടിട്ട് കുറേ നാളായി ഗൈസ്. അച്ചാറൊക്കെ അടിപൊളി. ഒരു പുളിയില്ല മധുരമുള്ള ഫുഡ്. മലയാള ന്യൂസും ഇതൊക്കെ കാണുമ്പോഴേക്കും വീട്ടിലെത്തിയ പോലൊരു ഫീല്. ബട്ട് ഇത് രാജസ്ഥാനാണ്. അപ്പോൾ ബാക്കിയുള്ളവർ ഇതാ കഴിക്കാൻ ഇരിക്കുകയാണ്. ഗൈസ്, നമ്മളപ്പോൾ തിരിച്ച് ബസ്സിൽ പോയിരിക്കാൻ പോവുകയാണ്. നല്ല തണുപ്പുണ്ട്, സ്വെറ്റർ ഇടേണ്ട തണുപ്പുണ്ട്. നല്ല വൈബുള്ള സ്ഥലം. വാവ്, എൻ്റെ സ്വപ്നത്തിലെ ജോധ്പൂർ. ഞാൻ കുറച്ചും കൂടെ ഡ്രൈ പ്രതീക്ഷിച്ച്. അതിപ്പോൾ നാളെ കാണുമായിരിക്കും. ഇപ്പം രാത്രിയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ നല്ല നാളെ ലക്ഷറിയസ് ആയിട്ടുള്ള എന്താണ് റെസ്റ്റോറൻ്റ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കേരള അടിപൊളി. ലക്ഷറി ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ ചാവിയൊക്കെ വാങ്ങി നേരെ റൂമിലോട്ട് പോവുകയാണ്. നമ്മുടെ റൂം നമ്പർ 605 എത്തിയ 605 അവിടെ കഴിഞ്ഞില്ലപ്പോ. യെസ്, എത്തി ഗൈസ്. വാവ്,
ഗൈസ്, വിശാലമായ റൂം. ഒരു ബെഡ് തറയിലും ബാക്കി 3. അപ്പോൾ റൂമിലൊക്കെ എത്തി. റൂം സെറ്റാണ്, ഞാൻ കാണിച്ചു തരാം. ഞാനാണെങ്കിൽ പെട്ടി പൊട്ടിച്ചിട്ട് നാളത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ആക്കി വെക്കാം. നാളെ നമുക്ക് രാവിലെ എണീക്കണം. അതുപോലെ നന്നായിട്ടൊന്ന് മുള്ളിയിട്ട് കുറച്ച് നാളായി. കാരണം ആ ട്രെയിനിൽ എനിക്ക് പറയാൻ വയ്യ, അത്രമാത്രം നല്ല ഇതായിരുന്നു ട്രെയിന്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം. ഞാനിത് എവിടെയെങ്കിലും വെച്ചിട്ട് പൊട്ടിക്കാം, പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ ഫ്രഷായി. തണുപ്പൊന്നും അത്ര ഇല്ല കേട്ടോ. AC ഇട്ട് കുറേ കഴിഞ്ഞാലേ തണുപ്പൊക്കെ ഉള്ളൂ അല്ലേ റിനു ഫ്രഷ് ആയിട്ടില്ല. ഞാൻ നല്ല കുളിച്ച് ഫ്രഷായി. ഇനി നമ്മൾ വേറെ പണിയൊന്നുമില്ല. ഇന്ന് പർച്ചേസും കാര്യങ്ങളൊന്നും നടന്നില്ല. അത് കുറച്ച് ലേറ്റായി, ഡിലേ ആയിട്ട് അത് നടന്നില്ല. പക്ഷെ ഫുഡ് കിട്ടി, അത് തന്നെ ഒരു ആശ്വാസം. അടിപൊളി. അപ്പോൾ ഇനി നമ്മൾ ചൈത്രയുണ്ട് കേട്ടോ ഇവിടെ. എല്ലാവരും ഇങ്ങനെ കുളിക്കാനുള്ള ഇതിലാണ്. കുളിച്ചപ്പം പകുതി സമാധാനം, മുള്ളിയിട്ട് കാലങ്ങളായി. അത്രയും ഗതികേടിലായിരുന്നു ട്രെയിൻ യാത്ര കാര്യങ്ങളൊക്കെ. ഇപ്പം എന്താ നല്ല ബെഡും ഇങ്ങനെ കണ്ട ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയൊന്ന് ഉറങ്ങണം, അത്രേ ഉള്ളൂ. വിശപ്പ് മാറി, ഇനിയൊന്ന് ഉറങ്ങിയാൽ മതി. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കുഞ്ഞു വ്ളോഗ്. കുഞ്ഞെന്ന് പറഞ്ഞ് ഇത് വേറെ ഒന്നും കാണൂല. ആ ജോധ്പൂരിലെ ആ ഉമയ് ഭവൻ അത്രേ കാണുള്ളൂ. ഞാൻ വിചാരിച്ച് പർച്ചേസിങ് കൂടെ കാണുമെന്ന് പറഞ്ഞിട്ടാണ് ഈ വ്ളോഗ് ഇങ്ങനെ എടുത്തത്. ഓക്കെ, ഇതാണ് കുഞ്ഞൊരു വ്ളോഗ്. ഇനി നാളെ നമുക്ക് ഇവിടെ ജോധ്പൂർ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ജയ്സൽമറിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും നാളത്തെ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാണ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.